ഹായ്. എടേ ഞാനേ കഴിഞ്ഞൊരു ദിവസം ബോട്ടിൽ പോകുന്നൊരു ഷോർട്സ് ഇട്ടിരുന്നില്ലേ, അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു എവിടെയാണ് പോയത്, അതിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ അതേണ്ട അതൊരു ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ ഒരു വിശേഷം പറയാം. ഈ കണ്ട പോലെ അഷ്ടമുടി ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ടിൽ കയറി ഞാനൊരു 10 മിനിറ്റ് അഷ്ടമുടി കായലിൽ കൂടെ യാത്ര ചെയ്തു കേട്ടോ. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. അങ്ങനെ വേണ്ടതാ ഈ മനോഹരമായ ഒരു തീരത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് പെരുങ്ങാലം എന്നാണ് കേട്ടോ. പെരുങ്ങാലം ചുറ്റിനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതൊരു ഐലൻഡ് ആണ്, ഒരു തുരുത്താണ്. അപ്പൊ ഇവിടെ എത്തിച്ചേരാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇതാണ്, ബോട്ട് സർവീസ് ആണ്. അപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇടവിട്ട് മാത്രമേ നമുക്ക് ബോട്ട് സർവീസ് ഉള്ളൂ. കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത്രയും മനോഹരമായൊരു സ്ഥലമാണോ പെരുങ്ങാലം എന്ന്? അതെ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഒരുപാട് പരിമിതികൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബോട്ട് സർവീസ് മാത്രമേ ഇവിടെ എത്തിപ്പെടാനുള്ളൂ. ഇവിടെ ഒരു ഒറ്റ ടാറിട്ട റോഡില്ലടേ. എന്നാലും ഇവിടെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളിലേക്കുള്ള യാത്രയിലെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഞങ്ങൾ ഓണത്തിന് മുന്നെയാണ് ഇവിടെ ചെന്നത്. അപ്പൊ അതേ വാണിജ്യാടിസ്ഥാനത്തിലാണ് കേട്ടോ ഇവിടെ ഈ ജമന്തി പൂക്കൾ വളർത്തുന്നത്. നമ്മുടെ പഴയകാല വേലി ഒക്കെ കെട്ടിയാണ് ഇത് വളർത്തിയേക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് ഞങ്ങൾ കടക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ സ്കൂളിലേക്കുള്ള യാത്ര വളരെ രസകരമായിരുന്നു കേട്ടോ. രസകരമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കുമായിരുന്നു സ്കൂൾ കുട്ടികളും ഇവിടെയുള്ള അധ്യാപകരും ഒക്കെ ദിവസവും ഈ വഴികളിൽ കൂടെയാണല്ലോ സ്കൂളിൽ എത്തുന്നതെന്ന്. നമ്മൾ ഈ പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ വേലി കെട്ടിയതും ഷീറ്റിട്ട് മറച്ചതും മതിലുകളൊന്നും ഇല്ലാത്ത, അതിർവരമ്പുകളൊന്നും വസ്തുവകകൾക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു കൂട്ടം നല്ല മനുഷ്യര് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ദേവാലയം, ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ 250 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇവിടെ ഒരു ഒറ്റ ഹോസ്പിറ്റലിലൂടെ ഒരു എമർജൻസി വന്നാൽ കൂടി ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കൂടി ഒന്നും സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലവും ആ സ്കൂളിലേക്കുള്ളൊരു വഴിയുമാണിത് കേട്ടോ. അപ്പൊ ഇത്രയും പരിതാപകരമായ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രീ KG മുതൽ 10ാം ക്ലാസ് വരെ 54 കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. സ്കൂളിലേക്ക് വരുന്ന കുട്ടികളും അധ്യാപകരും എല്ലാം ആശ്രയിക്കുന്നത് ഈ ബോട്ടിനെയാണ്. അപ്പൊ ഒരു മഴ പെയ്താലൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്താ? വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ കുട്ടികളെ എന്ത് സമാധാനത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്? ഒരു ദിവസം ബോട്ട് സർവീസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അന്നത്തെ പഠിത്തം പോയി. ഒരു മഴ നന്നായിട്ട് പെയ്താലോ കായലിൽ ഒരല്പം വെള്ളം ഉയർന്നാലോ ഒക്കെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം മുങ്ങും. ഒട്ടുമിക്ക വീടുകളിലും നോക്കിക്കഴിഞ്ഞാൽ വള്ളമോ സ്പീഡ് ബോട്ടോ ഉണ്ടാകും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ബോട്ട് സർവീസ് ഇല്ലാത്തൊരു സമയത്ത് ഇവർക്ക് ജീവൻ നിലനിർത്തണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. സ്വർഗതുല്യമായൊരു നാടല്ലേ, പക്ഷേ ജീവിതമോ നരകതുല്യം.